ഇവിടെ തനിക്ക് കരയുന്ന മുഖം ചേർത്തില്ലടോ. താൻ ഒന്നെങ്കിൽ ചിരിച്ചിരിക്കണം, അല്ലെങ്കിൽ നല്ല ദേഷ്യത്തിലിരിക്കണം. ഈ രണ്ട് മുഖങ്ങളാണ് തനിക്ക് ചേരത്തുള്ളൂ എന്ന് നമ്മുടെ അർജുൻ നമ്മുടെ അഞ്ജലി കുട്ടിയോട് പറയാണ് കേട്ടോ. അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം നമ്മുടെ അഞ്ജലി കുട്ടിയിലേക്ക് തിരിച്ചു വരും കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നലെ അവസാന സീനുകൾ എന്ന് പറയുന്നത് അർജുനും കാവ്യയും തമ്മിലുള്ള വിവാഹ തീയതി നിശ്ചയിച്ച് ഉറപ്പിച്ച് അവര് കുറുപ്പും രാഘവനുണ്ണി കാവ്യ എല്ലാവരും കൂടി സന്തോഷത്തോടെ പിരിയുകയും വളരെ അധികം പിരിമുറുക്കത്തിൽ നിൽക്കുന്ന ഒരു അർജുനെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ അവസാനമായിട്ട് കണ്ടത് അല്ലേ. എന്താണെങ്കിലും ഇന്ന് എപ്പിസോഡിന്റെ ആദ്യ ഭാഗം തുടങ്ങുന്നത് തന്നെ വളരെ അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന ഒരു അർജുനെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ചിറ്റപ്പനും ഭാര്യയും അതുപോലെ മുത്തശ്ശിയുടെ അടുത്ത് വളരെ അപ്സെറ്റ് ആയിട്ടാണ് അർജുൻ ഉള്ളത് കേട്ടോ. അർജുൻ പറയും, എന്നോട് ഒരു വാക്ക് പോലും ചോദിക്കാണ് ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത്. എനിക്ക് ഒരു രീതിയിൽ സമ്മതമല്ല, കല്യാണം തന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചിരിക്കുക, എനിക്കിത് ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നൊക്കെ പറയും. അപ്പോൾ ചിറ്റമ്മ പറയും, എനിക്കത് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് വേഗം ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നത്. വെറുതെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചൊരു സീന് വെറുതെ ഉണ്ടാക്കണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ അവിടെ വെച്ച് ഞാനും ഒന്നും പറയാനായിട്ട് പോയില്ല, വെറുതെ ഗസ്റ്റുകളുടെ മുമ്പിൽ വെച്ച് നമ്മളെല്ലാവരും കൂടി നാണം കെടേണ്ട ആവശ്യമില്ലെന്ന് ആലോചിച്ചുള്ളൂ ഞാൻ. പിന്നെ നിനക്കറിയാലോ നിന്റെ അച്ഛൻ്റെ സ്വഭാവം, അത് നിനക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. പുള്ളി എന്തെങ്കിലും കാര്യം വിചാരിച്ചാൽ അതുപോലെ തന്നെ നടത്താനേ പുള്ളി നോക്കത്തുള്ളൂ കേട്ടോ. നിനക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ പുള്ളി പറയുന്ന കാര്യം അംഗീകരിച്ച് മുമ്പോട്ട് പോകാം, അല്ലെങ്കിൽ നീ എന്തെങ്കിലും ചെയ്യണമായിരുന്നു അർജുൻ. ഇപ്പൊ ഇത്രയും സമയം പോയ സ്ഥിതിക്ക് നിനക്കത് അംഗീകരിച്ച് മുമ്പോട്ട് പോകാനേ പറ്റത്തുള്ളൂ എന്നൊക്കെ ചിറ്റപ്പൻ പറയും കേട്ടോ. ഇതെല്ലാം കേട്ടിട്ട് അർജുൻ വളരെ അപ്സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, എന്തായാലും നടക്കാനായിട്ട് പോകുന്നില്ല, ഞാൻ കല്യാണം തന്നെ കഴിക്കാൻ പോകുന്നില്ല, എനിക്ക് എന്തായാലും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അർജുൻ നിൽക്കുകയാണ്. ഈ സമയത്ത് തന്നെ അർജുന്റെ ഫോണിലേക്ക് അഞ്ജലിയുടെ ഫോൺ കോൾ കയറി വരും കേട്ടോ. അപ്പൊ അഞ്ജലി അപ്പുറത്തെന്ന് പറയും, രാജീവ് എവിടെയാ ഉള്ളത്, എനിക്ക് രാജീവിനോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും. അപ്പത്തിന് അവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഫോൺ അർജുൻ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അർജുൻ ഇങ്ങനെ ഫോൺ എടുത്ത് അഞ്ജലിയോട് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ പതുക്കെ അർജുൻ നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടായിട്ട് അപ്പുറത്തേക്ക് പോകും കേട്ടോ. ഈ സമയത്ത് ചിറ്റപ്പം വിചാരിക്കും, അതൊരു പെണ്ണിന്റെ ശബ്ദമല്ലേ കേട്ടത്, അവള് രാജീവ് എന്നാണല്ലോ വിളിച്ചത്, അതെങ്ങനെ ശരിയാവും? അങ്ങനെ ചിറ്റപ്പന് ചില സംശയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവന് പെണ്ണുമ്പിള്ള എന്ന് പറയുന്ന പെണ്ണ് ഇതാണല്ലോ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇവര് തമ്മിൽ അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല, ഇവന്റെ ഒരു ഇതിലേക്ക് ആ പെണ്ണ് വന്നിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഇതിനിടയിൽ രാജീവ് ആരാണ്? അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സംഭവങ്ങളൊക്കെ നടക്കും. എന്താണെങ്കിലും ഫോൺ കോളിൽ നമ്മുടെ അഞ്ജലിക്കുട്ടി അർജുനോട് പറയുകയാണ്, എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് കാണണമായിരുന്നു, കേരള കഫേയുടെ അങ്ങോട്ടൊന്ന് വരാമെന്ന് ചോദിക്കും. എപ്പോഴാ വരണ്ടേന്ന് ചോദിക്കും. തന്നെ ഇപ്പോൾ വരാൻ പറ്റുവാണെങ്കിൽ നല്ലതെന്ന് പറയും. അപ്പോൾ അർജുൻ പറയും, ഞാൻ ഉടൻ തന്നെ എത്തിയേക്കാം അഞ്ജലി എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഫോൺ കട്ടാവുകയാണ് കേട്ടോ. എന്താണെങ്കിലും അങ്ങനെയാണ് ആദ്യത്തെ സീനുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ കാണുന്ന സീൻ എന്ന് വെച്ചാൽ തരകൻ കോടതിയുടെ മുറ്റത്തേക്ക് ചെല്ലുകയാണ് അവിടെ രാഘവനുണ്ണിയെ കാണാനായിട്ട്. രാഘവനുണ്ണി ഇങ്ങനെ അസിസ്റ്റന്റ് ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ തരകൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണല്ലോ രാഘവനുണ്ണീനെ കാണാനായിട്ട്. തരകൻ നിൽക്കുകയാണ്. അപ്പൊ തരകനെ കാണുമ്പോൾ ചോദിക്കും, എന്താണോ? തരകൻ പറയും, ഞാൻ 2 കാര്യങ്ങൾ പറയാനായിട്ടാണ് സാറേ വന്നിരിക്കുന്നത്, വളരെ പ്രധാനമായ 2 കാര്യങ്ങൾ. അപ്പോൾ രാഘവനുണ്ണി പറയും, താൻ വളച്ചുകെട്ടില്ലാത്ത കാര്യം പറഞ്ഞോളൂ, നമുക്ക് നോക്കാം. അപ്പൊ പറയും, സാറേ ആ ജാഫർ തിരിച്ചു വന്നിട്ടുണ്ട് സാറേ. അപ്പൊ അത് കേൾക്കുമ്പോൾ രാഘവനുണ്ണി ഞെട്ടിപ്പോ, ജാഫർ തിരിച്ചു വന്നു, നമ്മൾ അവനെ ട്രാൻസ്ഫർ ചെയ്ത് വിട്ടതാണല്ലോ, പിന്നെ അങ്ങനെ അവൻ തിരിച്ചു വന്നേ? സാറേ അത് മാത്രമല്ല പ്രശ്നം, പുള്ളി ഇപ്പൊ എന്റെയും തലയ്ക്ക് മുകളിലാ, എൻ്റെ മറ്റേ ഹെഡായിട്ട് CI ആയിട്ടാണ് സാറ് സ്ഥാനക്കയറ്റം കിട്ടിയിട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. ഞാനാകെ പെട്ട അവസ്ഥയിലാണ് സാറേ ഉള്ളത്. ഇത് കേൾക്കുമ്പോൾ രാഘവനുണ്ണി ഞെട്ടും കേട്ടോ. ഞാൻ അവനെ ട്രാൻസ്ഫർ അടിച്ചിട്ട് വിട്ട് അതിക്കും മേളിൽ അവൻ കളിച്ചിട്ട് അവൻ തിരിച്ചു വന്നിരിക്കുന്നോ? അപ്പോൾ അത് കേട്ടിങ്ങനെ ഷോക്കഡായി രാഘവനുണ്ണി നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും തരകൻ പറയുന്നത്, സാർ അത് മാത്രമല്ല പ്രശ്നം, പത്മയും മിസ്സിംഗ് ആണ്, പത്മ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് അഞ്ജലി വന്നൊരു കേസും തന്നിട്ടുണ്ട് സാറേ എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ രാഘവനുണ്ണി ശരിക്കും കിട്ടും കേട്ടോ. പത്മ മിസ്സിംഗ് ആണെന്ന് കേൾക്കുമ്പോൾ രാഘവനുണ്ണി വിചാരിക്കും, ഇതെങ്ങനെ സംഭവിച്ചു, അത് നമുക്ക് വലിയ പ്രശ്നമാണല്ലോ. ഈ ഇങ്ങനെ പത്മ മിസ്സാകാന്ന് പറഞ്ഞാൽ ഇതിന് പിന്നിൽ ഉറപ്പായിട്ടും അഞ്ജലി കളിച്ചിട്ടുണ്ടാവും. ഈ പത്മ മിസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ഈ കേസിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, നമ്മൾ അറിയാതെ ഇതിന് പിന്നിൽ ആരൊക്കെയോ കളിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് രാഘവനുണ്ണി പറയും കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ചിടത്തല്ല നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ രാഘവനുണ്ണി പറയും. അതിനുശേഷം അപ്പൊ തരകനും അത് ശരിവെക്കുന്ന രീതിയിലെ കാര്യങ്ങൾ പറയും. അപ്പൊ ഉടൻ തന്നെ രാഘവനുണ്ണി ഫോൺ എടുക്കും, ഹരിനെ വിളിക്കും. ഹരീന്ദ്ര നീ വേഗം ഇങ്ങോട്ട് വന്നു പറഞ്ഞിട്ട് ഫോണ് സംസാരിക്കും. അങ്ങനെ കട്ട് ചെയ്യും. അപ്പൊ അതിനുശേഷം നമ്മൾ കാണുന്ന സീൻ എന്ന് പറയുന്നത് അഞ്ജലി അർജുനെ കാത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്.
ഈ സമയത്ത് തന്നെ കഷ്ടകാലം എന്ന് പറയാം. ഈ സമയത്ത് തന്നെ കാവ്യ കാറിൽ വന്നിറങ്ങുന്നു. ആരെയോ വെയിറ്റ് ചെയ്യോ കാത്തിരിക്കുകയോ ആരോടോ വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് കാവ്യ പോയി കാറ് പാർക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഇതേ സമയം തന്നെ ദാ വരുന്നു അർജുൻ കാറിൽ ദേ വരുന്നു. അർജുന്റെ ജീപ്പ് വരുന്നു. അപ്പൊ അർജുന്റെ ജീപ്പ് കാണുമ്പോൾ തന്നെ ഈ കാവ്യ തിരിച്ചറിയും കേട്ടോ. അപ്പൊ പുള്ളിക്കാരി ഭയങ്കര എക്സൈറ്റഡ് ആവും. ഓ, ഇത് അർജുന്റെ ജീപ്പ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഭയങ്കര എക്സൈറ്റഡ് ആവും. അപ്പൊ അർജുൻ വന്നിട്ട് ജീപ്പ് ഇങ്ങനെ പാർക്ക് ചെയ്യാനായിട്ട് നിർത്തി. അത് കഴിഞ്ഞിട്ട് പുള്ളി വേറെ ഏതോ ലോകത്താണ് കേട്ടോ. പുള്ളി ഇങ്ങനെ ആലോചിക്കണം, എന്തിനായിരിക്കും അഞ്ജലി എന്നെ വിളിച്ചത്? നന്ദി പറയാനായിരിക്കുമോ? അന്ന് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അർജുൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തതാണല്ലോ. അപ്പോൾ അതിന് നന്ദി പറയാൻ ആയിരിക്കാം എന്തെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് നമ്മുടെ അർജുൻ ഉള്ളത് കേട്ടോ. അപ്പൊ അതിനൊരു ടവലൊക്കെ എടുത്ത് സ്മെല്ലൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. അതായത് നമ്മുടെ അഞ്ജലിയുടെ ടവല് കർച്ചീഫ് അർജുന്റെ കയ്യിലുണ്ടല്ലോ. ഇതെന്താണെങ്കിൽ ഇതിപ്പോ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെയൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ജീപ്പിന്റെ പുറത്തിറങ്ങിയിട്ടുമാണ് ഇങ്ങനെ പറയുന്നത്. കർച്ചീഫ് എടുത്തിങ്ങനെ വളരെ റൊമാൻറ്റിക് ആയിട്ട് സ്മെല്ല് ചെയ്ത് നോക്കിയിട്ട് എന്തായാലും സൂപ്പർ. അപ്പോൾ ഈ കർച്ചീഫിന് ഇപ്പൊ എന്തായാലും തിരിച്ചു കൊടുക്കണം, ഇത് എന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പൊ അതിന് തൊട്ടുമ്പായിട്ട് കാവ്യ വിചാരിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർപ്രൈസ് പോലെ ചെന്നങ്ങോട്ട് മുമ്പിലേക്ക് ചാടാ എന്നാട്ടോ. അപ്പോൾ അർജുൻ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഓരോ കാട്ടിക്കൂട്ടും തൊട്ടപ്പുറത്തുനിന്ന് കാവ്യ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ കാവ്യനെ പക്ഷെ അർജുൻ കാണുന്നില്ല. അപ്പം കാവ്യ ഇത് കാണുമ്പോഴത്തേനും കാവ്യക്ക് ഒരു ഷോക്കിംഗ് ആവും. ഇത്ര എക്സൈറ്റഡ് ആയിട്ട് ആര് കാണാനായിരിക്കും ഇനി വന്നിരിക്കുന്ന ഈ അർജുൻ? അപ്പോൾ എന്നാൽ ഇപ്പൊ മുമ്പ് ചാടേണ്ടത് ആരാണെന്ന് അറിയട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പൊ ഭയങ്കര ഹാപ്പിയോടുകൂടി അർജുൻ ഇങ്ങനെ പോവാണ്. അപ്പൊ അർജുൻ അഞ്ജലിയുടെ പുറകിൽ അഞ്ജലി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ പുറകിൽ ചെന്ന് അർജുൻ നോക്കുമ്പോ അഞ്ജലി ഭയങ്കര ഒരു ഡസ്പായിട്ട് ആളിരിക്കുന്ന ഭയങ്കര സീരിയസ് ആണ്. അപ്പത്തേനും അർജുന് ഒരു ഇതാവും, ഓ ആള് ഭയങ്കര സീരിയസ് ആണല്ലോ, എന്തായിരിക്കും, എങ്ങനെ ഒന്ന് അപ്രോച്ച് ചെയ്യും, അങ്ങനെയൊക്കെ വിചാരിച്ച് ഇങ്ങനെ അർജുൻ നിൽക്കുവേ. എന്നിട്ട് നൈസായിട്ട് അഞ്ജലി എന്നൊക്കെ പറഞ്ഞ് ചെന്ന് സംസാരിക്കും. അത് കഴിഞ്ഞ് ഇരിക്കും. അപ്പോഴും അഞ്ജലി ഭയങ്കര ഡസ്പാണ്. കാര്യം നമുക്കറിയാലോ, അച്ഛന്റെ കാര്യമാണ് പ്രശ്നം. അപ്പൊ എന്താണെങ്കിലും അഞ്ജലിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കും. അപ്പൊ ഇതെല്ലാം കാവ്യ പുറകിൽ നിന്ന് കാണുന്നുണ്ട്. പക്ഷെ കാവ്യക്ക് അഞ്ജലിയുടെ മുഖം കാണാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അർജുനെ കാണുന്നുണ്ട്, ഒരു പെണ്ണും ഉണ്ടെന്ന് മാത്രമേ കാവ്യക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. കാവ്യക്ക് ഇത് കാണുമ്പോഴത്തേനും അങ്ങോട്ട് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. അഞ്ജലിയാണെന്ന് അപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. അഞ്ജലിയാണെന്ന് അറിഞ്ഞ പിന്നെ എന്തായിരിക്കും? അപ്പോ ഒരു പെണ്ണാണെന്ന് അറിയാം, പക്ഷെ അഞ്ജലിയാണെന്ന് അറിയത്തില്ല. അപ്പൊ കൂനുമേൽ കുരു എന്ന് പറഞ്ഞ പോലെ ആയിപ്പോവും അഞ്ജലിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ. എന്താണെങ്കിലും ഇതൊരു പെണ്ണാണല്ലോ, ഇതാണോ അവന്റെ പെണ്ണുമ്പിള്ള, ഇതിനെ കാണാനാണല്ലോ ഇവന് ഇത്ര റൊമാൻറ്റിക് ആയിട്ട് വന്നത്. അപ്പൊ തന്നെ കാവ്യ ഒരു അഗ്നിപർവ്വതം പോലെ ആയി കഴിഞ്ഞു കേട്ടോ. അപ്പൊ എത്ര നോക്കിയിട്ട് മുഖം തിരിച്ചറിയാനായിട്ടും നോക്കാനൊന്നും പുള്ളിക്കാരിക്ക് പറ്റുന്നില്ലേ. അപ്പം അർജുനും അഞ്ജലി നമ്മൾ സംസാരം തുടങ്ങിയാണ്. അഞ്ജലി പറയും, എനിക്ക് വലിയൊരു പ്രശ്നത്തിലാണ് രാജീവ്. അപ്പോൾ അർജുൻ ചോദിക്കുന്നു, എന്തുണ്ടെങ്കിലും അഞ്ജലി പറഞ്ഞോളൂ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, അങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അഞ്ജലി കാര്യം പറയും, അച്ഛൻ ഇങ്ങനെ ഒരു സർജറി വേണമെന്നാ പറയുന്നത്, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. രാജീവ് ഭയങ്കര പൈസ വേണമെന്നാ പറയുന്നത്, ഒരുപാട് എമൗണ്ട് ആകും, ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇതൊന്നും താങ്ങാനായിട്ട് പറ്റത്തില്ല എന്ന് പറയും കേട്ടോ. അപ്പത്തേനും അർജുൻ ചോദിക്കും, എത്ര എമൗണ്ടാ പറയുന്നതെന്ന് ചോദിക്കും. അപ്പത്തേനും അഞ്ജലി പറയും, എനിക്കത് എങ്ങനെയാ പറയാന്നറിയില്ല രാജീവ്, 12 ലക്ഷം രൂപ ആണെന്നൊക്കെയാ പറയുന്നതെന്ന് പറയും കേട്ടോ. അപ്പത്തേനും നമ്മുടെ അർജുൻ അത്രയും എമൗണ്ട് ആണല്ലേ എന്നൊക്കെ പറയും കേട്ടോ. എന്താണെങ്കിലും നമുക്കൊരു വഴി ഉണ്ടാക്കാറോ എന്ന് പറയും. അപ്പോൾ അഞ്ജലി, നിങ്ങളുടെ അമ്പാടി സാറിനോടൊന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി എടുക്കാൻ പറ്റും, എനിക്ക് അഡ്വാൻസ് ആയിട്ട് തരികയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല, അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാവോ രാജീവ് എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ അർജുൻ പറയും, അത് നമുക്ക് നോക്കാം അഞ്ജലി, ധൈര്യമായിട്ടിരിക്കും, ഞാനല്ലേ പറയുന്നത്, ഉറപ്പായിട്ടും നമ്മളിത് കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറയും കേട്ടോ. അത് ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ ശരിക്കും അഞ്ജലിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അർജുൻ്റെ ഈ വാക്കുകളെ കേട്ടോ. അപ്പോൾ രാജീവ് സത്യമാണ് പറയുന്നത്, നമുക്ക് ഓക്കെ ആക്കാൻ പറ്റുമോ? അപ്പത്തേനും നമ്മുടെ അഞ്ജലിയുടെ പറയുന്നത് നടക്കും, താൻ ധൈര്യമായിട്ട് ഇരിക്കട്ടോ, ഞാനല്ലേ പറയുന്നത്, താൻ എന്നോട് ഒരു മുഖവരയുടെ ആവശ്യമില്ല, നമുക്കത് റെഡിയാക്കാടോ എന്ന് പറഞ്ഞ് ഒരു ഭയങ്കര ഒരു ആത്മവിശ്വാസം നമ്മുടെ അഞ്ജലിക്കുട്ടിക്ക് കൊടുക്കാണ് കേട്ടോ. അപ്പൊ അഞ്ജലി ഞങ്ങൾ ആ നിമിഷം ഒന്ന് കരഞ്ഞു പോകും കേട്ടോ. അഞ്ജലി ശരിക്കും കരഞ്ഞു വേണം അർജുന്റെ മുമ്പിൽ. അപ്പൊ നമ്മുടെ അർജുൻ പറയും, ഇവിടെ തനിക്ക് കരയുന്ന പോകാൻ ചേർത്തില്ലടോ. താൻ ഒന്നെങ്കിൽ ചിരിച്ചിരിക്കണം, അല്ലെങ്കിൽ നല്ല ദേഷ്യത്തിലിരിക്കണം, ഈ രണ്ട് മുഖങ്ങളാണ് തനിക്ക് ചേരത്തുള്ളൂ എന്ന് നമ്മുടെ അർജുൻ നമ്മുടെ അഞ്ജലിക്കുട്ടിയോട് പറയാണ് കേട്ടോ. അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം നമ്മുടെ അഞ്ജലിക്കുട്ടിയിലേക്ക് തിരിച്ചു വരും കേട്ടോ. ഈ നിമിഷവും ഇതെല്ലാം കണ്ട് തല പൊകിഞ്ഞ് അപ്പുറം കാവ്യ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരു നിമിഷത്തിൽ
കോഫിയൊക്കെ കുടിക്കാന്ന് പറഞ്ഞ അഞ്ജലിയും അർജുനും തീരുമാനിച്ചു കഴിഞ്ഞ് ഒരു നിമിഷത്തിൽ അഞ്ജലി ജസ്റ്റ് ഒന്ന് മുഖം തിരിക്കും. ആ നിമിഷത്തിൽ ഇത് അഡ്വക്കേറ്റ് അഞ്ജലിയാണെന്ന് കാവ്യ കാണുകയാണ് കേട്ടോ. അഞ്ജലിയാണ് ഈ പെണ്ണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഈ കാവ്യ അങ്ങോട്ട് ഷോക്ക് അടിച്ചതുപോലെ ഇങ്ങോട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് അവിടുത്തെ സീനുകളൊന്നും പിന്നെ ഒന്നും കാട്ടുന്നില്ല. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പ്, ആ നിമിഷം ഇത് അഞ്ജലിയാണെന്ന് കൺഫേം ചെയ്യിക്കാനായിട്ട് റെക്കോർഡിങ് അവൾ എടുത്തു, മൊബൈൽ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ ഓൾറെഡി വീക്കിന്റെ പ്രൊമയിൽ അത് കണ്ട കാര്യമാണ്. എന്താണ് അതിനുശേഷം നമ്മൾ കാണുന്ന സീൻ എന്ന് പറയുന്നത്, കോടതിയിൽ ഹരീന്ദ്രൻ എത്തുന്നു. ഹരീന്ദ്രനോട് നമ്മുടെ രാഘവനുണ്ണി വക്കീൽ പറയുകയാണ്, ഈ പത്മ മിസ്സിംഗ് ആണ്, അതിൽ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ, അതിന് പിന്നിൽ കളിച്ചത് അഞ്ജലി ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നീ രാജാജി നഗറിൽ ചെന്ന ആരെങ്കിലുമായിട്ട് ചങ്ങാത്തം കൂടണം, പത്മയെ അവർ കണ്ടെത്തുന്നതിന് മുമ്പ് നമ്മൾ കണ്ടെത്തണം, ഈ പത്മ എങ്ങനെ മിസ്സിംഗ് ആയത് എന്ന് നീ കണ്ടുപിടിക്കണം എന്ന് ഹരീന്ദ്രനോട് പറഞ്ഞിട്ട് രാഘവനുണ്ണി വക്കീൽ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഹരീന്ദ്രൻ ആലോചിക്കുകയാണ്, രാജാജി നഗറിൽ ആരുമായിട്ട് ചങ്ങാത്തം കൂടും, ഈ പത്മ മിസ്സിംഗ് ആയത് എങ്ങനെ കണ്ടുപിടിക്കും, അങ്ങനെയൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. ഏറ്റവും അവസാന ഭാഗം എന്ന് പറയുന്നത്, കാവ്യ പൊട്ടിപ്പൊകഞ്ഞ് കാറുമായിട്ട് ഓടിച്ച് ശംഖുചക്രം തറവാട്ടിന്റെ മുറ്റത്തേക്ക് പറന്ന് കാറുമായിട്ട് എത്തുകയാണ്. അപ്പോൾ അവൾ ചാടി കാറിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് ഇവിടെ ആരും ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ആന്റി ആന്റി എന്ന് കിടന്ന് നിലവിളിക്കാണ് കേട്ടോ, അതായത് രാഘവനുണ്ണിയുടെ വൈഫിനെ. അപ്പൊ ആന്റി ആന്റി എന്ന് പറഞ്ഞു. ആ സമയത്ത് അനുപമ പുറത്തൊരു മഹാറാണിയെ പോലെ ചമഞ്ഞിരുന്ന് അവിടെ ഫോണൊക്കെ ചെയ്ത് പൊങ്ങച്ചം കാട്ടി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. എന്താണെങ്കിലും ആന്റി ആന്റി എന്ന് വിളിക്കുമ്പോഴത്തേനും അവിടെ അവരെല്ലാവരും ഏതൊരു കല്യാണത്തിന് പോയിരിക്കുകയാണെന്ന് അനുപമ ഫോണിൽ പറയുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അനുപമ ഫോൺ കട്ട് ചെയ്ത് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുന്നു, ഇറങ്ങി ചെല്ലുന്നു. അപ്പോൾ അനുപമ ചോദിക്കും, എന്ത് പറ്റി കാവ്യ എന്ന് ചോദിക്കും. അപ്പൊ കാവ്യ, എനിക്കിപ്പോ ഇവിടെ ആന്റിയോടെ പറയാനുള്ളത്, അത് എവിടെ പോയി അവരെന്ന് ചോദിക്കും. അപ്പം അനുപമ പറയാം, അവരെല്ലാവരും കല്യാണത്തിന് പോയേക്കുക. അപ്പത്തേനും കാവ്യ പറയും, അങ്ങനെയാണെങ്കിൽ കല്യാണ വീട്ടിൽ പോയാ അവിടെ വെച്ച് 4 ആളുടെ മുമ്പിൽ വെച്ച് ചോദിച്ചാൽ ഇതിനൊക്കെ ഒരു ഇതുണ്ടാവുള്ളൂ എന്ന് പറയും. അപ്പത്തേനും നമ്മുടെ അനുഭവിക്ക് മനസ്സിലാവും ഇതെന്തോ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണെന്നുള്ള കാര്യം. അപ്പം അനുഭവം ചോദിക്കും, നിനക്ക് എന്താ പറ്റി, എന്ത് പറ്റി കാവ്യ എന്ന് ചോദിക്കും. അപ്പത്തേനും കാവ്യ പറയും, അത് എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് പരിഹരിച്ചു തരാൻ പറ്റുമോ? ഇവിടെയുള്ള അർജുന് ഒരു പെണ്ണുമ്പിളയുണ്ട്, അങ്ങനെ ഒരു പെണ്ണുണ്ടോ, ഞാനിന്ന് റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടു അവർ രണ്ടുപേരെന്ന് പറയും. അപ്പത്തേനും, ഓ അതാണോ കാര്യം, നീ എന്താണെങ്കിലും പറ, അതാരാണ്, എന്താണ്, എനിക്ക് പരിഹരിച്ചു തരാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ അനുഭവം പറയാണ്. കാവ്യ അനുപമയോട് ചോദിക്കും, അത് ആരാണെന്ന് അറിഞ്ഞ് തനിക്ക് പരിഹരിച്ചു തരാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പരിഹരിക്കുക, അത് ആരാണെന്ന് തനിക്ക് അറിയാവോ? അത് അഡ്വക്കേറ്റ് അഞ്ജലി ശിവരാമകൃഷ്ണനാണ്. അപ്പോൾ അഞ്ജലി ആണെന്ന് കേൾക്കുന്നതോട് കൂടി അനുപമ ഷോക്കഡായി പോവുകയാണ്. ഒരു സംശയങ്ങളൊക്കെ തോന്നിയിരുന്നുവെങ്കിലും അത് അങ്ങനെ അല്ലാതെ ഇരിക്കും എന്നാണ് ആഗ്രഹിച്ചതും വിചാരിച്ചതും അനുപമ. പക്ഷെ ഇത് അഞ്ജലിയാണ് എന്നുള്ള സത്യം കാവ്യയിലൂടെ അറിയാനായിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ മൊബൈൽ റെക്കോർഡിങ്ങും ഈ കാവ്യ അനുപമയെ കാട്ടും. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നല്ലൊരു എപ്പിസോഡായിരുന്നു കേട്ടോ. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിന് നിങ്ങളെല്ലാവരും കാത്തിരിക്കുക, ടി വിയിൽ കാണുക. രാത്രിയിൽ നമ്മൾ പ്രൊമോയുടെ റിവ്യൂ ഇടുന്നതാണ്, അതിനും സപ്പോർട്ട് ചെയ്യുക, കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസുമായി വരാം. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.